ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞങ്ങൾ ലാൽ സലാമിൻ്റെ ടിക്കറ്റ് ഇവിടെ നിന്ന് ഡയറക്റ്റ് എടുക്കണുണ്ടാവും. രാവിലെ പ്രേമലും ഉണ്ട്, അത് കഴിഞ്ഞ് അന്വേഷിപ്പിൻ കണ്ടെത്തു എന്നുള്ള സിനിമ കണ്ടു. ഇന്നത്തെ 4 പടങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. രാത്രി ഷാഹിദിൻ്റെയും കൃത്യസനോൻ്റെ പടം കണ്ടു. പിന്നെ ലവർ പറ്റിയ നാളെ കാണാം. ഇന്നത് കാണാൻ ഒരു രക്ഷയില്ല. രാത്രി 10:30 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പോവാം. അപ്പോൾ നമ്മൾ ലാൽ സലാം കാണാൻ വേണ്ടി രാത്രി വന്നിരിക്കുകയാണ്. 10:30 ഷോ. അതെ, ഇവിടെ ആരാ നോക്കിയാൽ മഞ്ചേച്ചി വാതിക്ക മഞ്ചേച്ചി ഇല്ലേ, അതൊക്കെ ചിപ്പു കണ്ണൻ. ഇന്നലെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞിട്ട് പോയ ആ സന്തോഷം നിങ്ങൾക്ക് ഇപ്പം എൻ്റെ മുഖത്ത് കാണാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ അടുത്ത ദിവസമായി. ഇന്നലെ രാത്രി ഈ സിനിമയെ പറ്റി ഒന്നും പറയാനുള്ളൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയി കിടന്നിട്ട് അങ്ങോട്ട് ഉറങ്ങി. ഇപ്പോൾ ഉറങ്ങി എൻ്റെ ക്ഷീണമൊക്കെ തീർത്തിട്ട് ഇപ്പോഴാണ് ഞാൻ വന്ന് അടുത്ത ദിവസമാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ 3 സിനിമകൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ പ്രേമലും ഉണ്ട്, വളരെ ഹാപ്പിയായി. അതിനുശേഷം അന്വേഷിപ്പിൻ കണ്ടെത്തും കണ്ടു, വളരെ ഹാപ്പിയായി. അതിനുശേഷം AC ബാത്തോമെ ഉൽജാദിയ പടം കണ്ടു, അതും കണ്ട് ഹാപ്പിയായി. അത് കഴിഞ്ഞ് ഈ ഒരു ദിവസം ഇതിൽ കൂടുതൽ സന്തോഷം ആഗ്രഹിക്കരുതായിരുന്നു. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ആ അവസ്ഥയിലാണ് ഞാൻ. ഈ സിനിമയും കൂടി ഇതും കൂടി സൂപ്പറായി കഴിഞ്ഞാൽ വേറെ ലെവൽ, ധന്യനായി എന്ന് പറഞ്ഞുള്ള സീനിലാണ് ഈ സിനിമ കാണാൻ പോയത്. രജനീകാന്ത് എന്നുള്ള അണ്ണനില്ലെങ്കിൽ ഈ സിനിമ കണ്ടിരിക്കാൻ തന്നെ പാടായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പേഴ്സണലി എനിക്ക് അങ്ങനെ ആയിരിക്കും. ആ മനുഷ്യൻ ഈ സിനിമയിൽ ഇല്ലെങ്കിൽ എനിക്കൊരു ദുരിതപൂർണമായ ഒരു അനുഭവം തന്നെയായിരിക്കും ഈ സിനിമ. ദുരിതപൂർണമായ അനുഭവം മാത്രമായിരിക്കും ഈ സിനിമ, അല്ലാതെ തന്നെ ദുരിതം ആണ് പടം എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ അങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ എനിക്ക് കണ്ടിരിക്കാൻ പറ്റിയത്. പുള്ളിയുടെ സ്വാഗും ആ മാസും സ്ക്രീൻ പ്രസൻസും പുള്ളി വരുമ്പോഴാണ് ഞാൻ പടം കണ്ടുമ്പോൾ എൻ്റെ അവസ്ഥ അതാണ്. പുള്ളി ഓരോ തവണ വരുമ്പോഴേക്കും ഒന്ന് എനർജി ആവും. പിന്നെ നമ്മുടെ മറ്റേ ഉറങ്ങാനും പറ്റുള്ള, ആസ്വദിക്കാനും പറ്റുള്ള അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ സിനിമ ഞാൻ മൊത്തം കണ്ടു തീർത്തത്. രജനീകാന്ത് വരുമ്പോൾ ഓരോ തവണ ഞാൻ പുള്ളിയുടെ കാണുമ്പോഴുള്ള സന്തോഷം കൊണ്ട് ഇങ്ങനെ കാണും. അതാണ് അവസ്ഥ. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഡയറക്ഷനാണ് എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. അത്രയും ഹൊറിബിൾ ഒരു ഡയറക്ഷൻ. സ്ക്രിപ്റ്റിങ്ങിൻ്റെയൊക്കെ കാര്യമൊക്കെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. അങ്ങനത്തെ അവസ്ഥയാണ്. പിന്നെ എഡിറ്റിങ് ചില സ്ഥലത്തൊക്കെ നല്ല എഡിറ്റിംഗ് ഉണ്ട്, ചില സ്ഥലത്ത് എഡിറ്റിംഗ് ഇൻകംപ്ലീറ്റ് ആണ്. അതായത് ഒരു സീനിൽ നിന്ന് വേറെ സീനിലേക്ക് പോകുമ്പോഴേക്കും എന്താ പറയുക, ഒരു പാട്ട് തീരണം മുന്നേ, അതായത് അത് തീരൂല, അതിന് മുന്നേ അടുത്ത സീനിലേക്ക് പോണ അവസ്ഥയാണ് ഈ സിനിമയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഭയങ്കര അരോചകമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അരോചകം. ഒരു രീതിയിലും എനിക്ക് ഈ സിനിമ ആസ്വദിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ചില ഷോട്ടൊക്കെ എന്തിനാണ് എടുത്തു വെച്ചേക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ ഇവർ സ്ലോ മോഷൻ ചിലതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചിലത് എഡിറ്റ് ചെയ്ത സമയത്ത് ഡയറക്ടർ അല്ലെങ്കിൽ നമ്മുടെ എഡിറ്റർ എന്ന് തോന്നുന്നത് ഇത് അങ്ങോട്ട് സ്ലോ മോഷൻ ആക്കിയാലോ എന്ന്. അപ്പോൾ ഈ സ്ലോ മോഷൻ ഫുട്ടേജ് അല്ല എടുത്ത് വെച്ചിരിക്കുന്നത്. സാധാ ഫുട്ടേജ് എടുത്തിട്ട് സ്ലോ ആക്കി കഴിയുമ്പോഴേക്കും ഒരു ജിറ്ററിങ് വരും. ഇങ്ങനെ അതായത് ഫ്രെയിംസ് കൂടുതലുള്ള രീതിയിൽ ഷോട്ട് എടുത്ത് വെച്ചാൽ ഓരോ ഫ്രെയിം സ്ലോ മോഷൻ ആക്കുമ്പോൾ ഒഴുകി വരുള്ളൂ. ഇതടക്കം മറ്റേത് ഇങ്ങനെ പണ്ടത്തെ ഈ പണ്ട് ഡയലപ്പ് കണക്ഷനിൽ നമ്മൾ പാട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എങ്ങനെ നീങ്ങണം അതുപോലത്തെ രീതിയിലൊക്കെ ഉള്ള അവസ്ഥയായിരുന്നു ചില സ്ലോ മോഷൻ്റെ അവസ്ഥ. എനിക്ക് അങ്ങനെ തോന്നിയത്. നിങ്ങൾ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എടുത്താൽ മതി. എൻ്റെ ഫീലിംഗ് ആവണമെന്നില്ല നിങ്ങളുടെ. ഇപ്പം ഞാൻ കഴിച്ചു നോക്കണം ബിരിയാണിയുടെ ടേസ്റ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് ആ ബിരിയാണി കഴിക്കുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് സിനിമ അങ്ങനെയാണ്. അതുകൊണ്ട് എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട് അഭിപ്രായം എടുത്താൽ മതി. ഞാനിതിപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രം പറയുന്നതേ ഉള്ളൂ. സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനൊന്നുമല്ല ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഈ സിനിമ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് എന്ത് തോന്നി എന്നുള്ളത് ഞാൻ തുറന്നു പറയുന്നുള്ളൂ. പിന്നെ ഇതിലെ നടന്മാരെടുത്ത് പോയി കഴിഞ്ഞാൽ രാക്ഷസൻ, വെണ്ണില കവടിക്കൂത്തൊക്കെ അഭിനയിച്ച വിഷ്ണു വിശാലാണ് ഇതിലെ മെയിൻ ഒരു നടൻ. ഈ നടനൊക്കെ ഉണ്ടായിട്ടും, രണ്ടാമത്തെ നടൻ എനിക്ക് മനസ്സിലായില്ല, ഇവരൊക്കെ ഉണ്ടായിട്ടും എന്താണ് ഈ സിനിമയിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ടുവന്നിട്ട് മര്യാദക്ക് യൂസ് ചെയ്തതായിട്ട് എനിക്ക് അവരുടെ ആക്ടിങ്ങിനെ മര്യാദക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അവർ തെറ്റ് പറയാൻ പറ്റില്ല, അവർക്ക് പറ്റുന്നൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ സ്ക്രിപ്റ്റ് അങ്ങനെ അത്രയും വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നും കാണിക്കാനില്ല. അതായത് ഒരു ഷോർട്ട് ഫിലിം എടുത്ത് വെക്കേണ്ട, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു സാധനം എടുത്തിട്ടാണ് ഒരു 2.5 മണിക്കൂർ അപരാധമായിട്ട് എടുത്ത് വെച്ചേക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.
പിന്നെ അതുപോലെ ഈ ഇതിനകത്ത് കുറച്ച് നല്ല നല്ല മെസ്സേജുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് കൺവേ ചെയ്ത് വെച്ചേക്കണത് ഇങ്ങനെ ഒരു എന്താണ് എന്താണ് ലീസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പടത്തിലായിപ്പോയി എന്നുള്ളതാണ്. മതസൗഹാർദ്ദം, അതും മതങ്ങളെ പറ്റി പറയുമ്പോൾ ഇതിനകത്ത് 2 മതം കാണിക്കണുള്ളൂ. എന്താണ് ഹിന്ദു മുസ്ലിം. ഈ രാജ്യത്ത് ഇന്ത്യയിൽ എന്തോരം മതങ്ങൾ വേറെ ഉണ്ട്. ജൈന മതമുണ്ട്, ബുദ്ധിസം ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, അല്ലാത്തവരുണ്ട്. അങ്ങനെ എന്തോരം മതങ്ങളുള്ള ഒരു രാജ്യമാണിത്. ഈ 2 മതത്തെ മാത്രമാണ് ഇതിനകത്ത് മതസൗഹാർദ്ദം. ബാക്കി മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദം വേണ്ടേ? എനിക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോയി. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് സ്പൂൺ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുന്നു കുറേ കാര്യങ്ങൾ. എന്നാൽ ഈ സ്പൂണാണെങ്കിൽ മറ്റേ എന്താണ് അഴുകി നശിഞ്ഞ സ്പൂണാണ് വായിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്കത് ഇറക്കാൻ പറ്റൂല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇത് കൊണ്ടുവന്ന് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഇത്രയും ഒരു എന്താ പറയുക, ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു നടനെ കൊണ്ട് ഇതിനകത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി ആലോചിക്കണം. ഈ നടൻ്റെ തന്നെ മോള്, രജനീകാന്തിൻ്റെ മോള് തന്നെയാണ് അതിൻ്റെ ഡയറക്ടർ, ഐശ്വര്യ രജനീകാന്ത്. ഒരിക്കലും ചെയ്യാൻ പാടാത്തൊരു കാര്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് പേഴ്സണലി വളരെ മോശമായിട്ട് തോന്നിയൊരു കാര്യമാണ്. ഇതിനു മുന്നേ പല സിനിമകളിലും ഈവൻ അജഗജാന്തരത്തിൽ വരെ അത് കാണിച്ചപ്പോഴും ഞാനത് പറഞ്ഞിരുന്നു. ഫുഡ് വേസ്റ്റ് ചെയ്തുകൊണ്ടുള്ള പരിപാടി കാണിക്കണതിനോട് എനിക്ക് യോജിപ്പില്ല. ഇതിനകത്തൊരു സീനുണ്ട്, രജനീകാന്ത് എന്തോ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ടിൽ. അത് മാത്രമല്ല, ഈ ചായ കുടിക്കുമ്പോൾ ഒരാൾ മാത്രം ഇരുന്ന ചായ കുടിക്കണം. അയാൾക്കുള്ള പോർഷൻ പോലെ ഇത് ആ ഫാമിലിക്ക് മൊത്തം തിന്നാളെ കുറേ സാധനങ്ങൾ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് സ്നാക്സ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ പ്ലേറ്റിൽ നിറച്ച് മിക്സർ, ചിലപ്പോൾ പുള്ളി അത്ര മിക്സർ കഴിക്കുമായിരിക്കും. കുറേ ലഡു എന്താണൊക്കെ ഇരിക്കാണ്ട്. ഇത് ഒരു കോള് വരെയാണ്, ഒരു സന്തോഷ വാർത്ത. അത് വിളിച്ചു പറയണത് ഈ സിനിമയിലുള്ള എന്താണ് നമ്മുടെ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ടുള്ള ആളാണ് കപിൽ ദേവ്. ശരിക്കും പറഞ്ഞാൽ ഇത് രജനീകാന്ത് അല്ല ഗസ്റ്റ് അപ്പിയറൻസ്, അത് തെറ്റിദ്ധാരണയാണ്. രജനീകാന്ത് ഈ പടത്തിൽ മുഖഭാഗത്തിലും ഉണ്ട്. ഗസ്റ്റ് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ കപിൽ ദേവ് ആണ്. കപിൽ ദേവ് വിളിച്ച ഒരു സന്തോഷ വാർത്ത പറയുമ്പോഴേക്കും രജനീകാന്തിന്റെ ക്യാരക്ടർ, കപിൽ ദേവായിട്ട് തന്നെയാണ്, അതാണ് അങ്ങനെ പറഞ്ഞത്. രജനീകാന്ത് ക്യാരക്ടർ ഈ കാണുന്ന മിച്ചറും ഫ്രണ്ടിൽ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുന്നു. ഇത്രയും ഒരു മഹാനടനെ കൊണ്ട് സ്വന്തം മോള് ഈ അപരാധം ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞത്. ഈ കംപ്ലീറ്റ് തിന്നാൻ പാകത്തിലുള്ള മിക്സറും അതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. സന്തോഷ പ്രകടനമാണ് ഫുഡ് വലിച്ചെറിഞ്ഞിട്ട്. എന്ത് ശോകമെന്ന് പറയാം. ആസ് എ ഫുഡി എനിക്ക് ഇതിലും ആ ഒരു സീൻ തന്നെ മതി എനിക്ക് ഈ സിനിമ വെറുക്കാൻ. അത്രയും എനിക്ക് വെറുത്തുപോയി ആ ഒരൊറ്റൊരു കാര്യം കൊണ്ട്. അതായത് ഒരു ഫൈറ്റ് സീക്വൻസിൽ നമ്മൾ ഒരാളെ ഇടിച്ചിടുമ്പോൾ കുറേ മുട്ടകളുടെ മേത്തേക്ക് വീണതും മറ്റേ പച്ചക്കറി കടയിൽ വീണിട്ട് തെറിച്ച് പോകണത് ഇപ്പോൾ തിളക്കത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇതിൽ കണ്ടിട്ടുണ്ട്. അത് തന്നെ സഹിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഇത് ഒരു കാര്യമില്ലാതെ സന്തോഷം വരുന്നതുകൊണ്ട് ഇടി നടക്കുക, ആരെയും ഉന്തിയിടുമ്പോൾ വീഴണമല്ല, ഇത് സന്തോഷം കാണിക്കാൻ വേണ്ടി ഇതൊക്കെ മേളിലേക്ക് വലിച്ചെറിയുന്നു. എന്തൊരു ദുരന്തമായിരുന്നു അറിയാമോ. അത് എനിക്ക് കണ്ടിരിക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ മേക്കേഴ്സ് ഇങ്ങനെ ഒരു സീൻ ഈ സിനിമയിൽ സമ്മതിക്കരുതായിരുന്നു. രജനീകാന്ത് സ്വന്തം മോളോടാണെങ്കിൽ പോലും പറയണമായിരുന്നു, മോളെ ഇത് തെറ്റാണ്, ഈ പരിപാടി എന്നെ കൊണ്ടും ചെയ്യിപ്പിക്കരുത്, ഒരിക്കലും ഇത് എന്താ പറയുക, ഒരിക്കലും ഇതിങ്ങനെ ഒരു പടത്തിൽ കൊണ്ടുവന്ന് കാണിച്ച് അതിനെ നോർമലൈസ് ചെയ്യിപ്പിക്കരുത്, അല്ലെങ്കിൽ ആ തെറ്റായ ഒരു മെസ്സേജ് ആയിരുന്നു. അത് ഭയങ്കര ശോകം. ഒരു തമിഴ്നാട്ടിൽ വെള്ളം പോലും വാല്യൂ ചെയ്യുന്ന മനുഷ്യരാണ് തമിഴന്മാർ. തമിഴിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡായാലും വെള്ളമായാലും അത്രയ്ക്ക് എന്ന് വെച്ചാൽ അവർക്കത് എന്താണ്, അവർക്ക് അത് തമിഴ്നാടെന്നല്ല ലോകത്തെ എല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കണം. ഫുഡും എന്താണ് എഡിബിൾ ആയിട്ടുള്ള ഫുഡും വെള്ളവും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. കൊള്ളില്ലാത്ത ചീഞ്ഞു പോയാൽ കഴിക്കാൻ പറ്റാത്ത കുടിക്കാൻ പറ്റുന്ന സാധനമൊന്നും കുഴപ്പമില്ല. ഇതല്ലല്ലോ. എന്തൊരു ദുരന്ത സീനായിരുന്നു. എനിക്കത് കണ്ടിരിക്കാനേ പറ്റിയില്ല. എനിക്ക് ആ സിനിമ വെറുത്ത്, മനസ്സിലായില്ല, അങ്ങനത്തെ അവസ്ഥ. ഇത് കൂടാണ്ട് പടത്തിൽ വേറെ ലെവൽ വെറുപ്പിക്കൽ കുറേ ഉണ്ട്. പക്ഷെ ഈ ഒരു സീൻ എൻ്റെ ഉള്ളിൽ ഭയങ്കര തട്ടി എന്നെ ശരിക്കും വിഷമിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. ഭയങ്കര ശോകമായിരുന്നു. ഒരിക്കലും ഇങ്ങനൊരു സിനിമയിൽ കൊണ്ടുവരുന്നത്, അതും രജനീകാന്തിനെ പോലെ മഹാനടന്മാരെ കൊണ്ടുവന്നിട്ട് ഇമാരി അവരത് ജയിപ്പിക്കരുത് പ്ലീസ്. അതെനിക്ക് പറയാനുണ്ട്. പിന്നെ ഇത് കൂടാതെ ഈ സിനിമയിൽ വേറെ കുറേ സാധനങ്ങൾ ഉണ്ട്. എന്താണ് ഇതിനകത്ത് കുറച്ച് നല്ല നടന്മാരും ഉണ്ട്. അതിനകത്ത് നല്ലപോലെ പെർഫോം ചെയ്ത ഒരാളുണ്ട്. ഒരു തെയ്യം പോലത്തുള്ള ഒരു എത്തനിക് ടൈപ്പ് ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഈ എന്താ ഇതിന് പറയണത്, ഫോക്ലോർ സീനിലുള്ള ഒരാളെ കാണിക്കുന്നുണ്ട്. അയാളൊക്കെ നന്നായിട്ട് എക്സ്പ്രഷൻ ഒക്കെ ഇടുന്ന അയാൾ എനിക്കൊന്ന് പ്രൊഫഷണൽ ആ ഒരു സംഭവം ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു. എന്തായാലും അത് തെയ്യം എന്താണെന്ന് അറിയില്ല, എനിക്ക് അതിൻ്റെ ആർട്ട് ഫോമിൻ്റെ പേര് അറിയാം. ആർട്ട് ഫോം ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു. ആൾ നീറ്റായിട്ടുണ്ട്. ഇതിനകത്ത് തമ്പി രാമയ്യനെ കൊണ്ട് കാണ്ടാര 144p ലെവൽ ഒരു സാധനമുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയത്. കാണ്ടാര 144p കാണിക്കാൻ നോക്കിയ പോലെയൊക്കെയാണ് തോന്നിയത്. എന്തൊരു ദുരന്തം വരുന്നതെന്ന് അറിയാമോ എൻ്റെ അഭിപ്രായത്തിൽ. അത്
അല്ലെങ്കിൽ എനിക്ക് തമ്പി ആക്ടിങ് എനിക്ക് തീരെ ഇഷ്ടമല്ല. പുള്ളി എല്ലാ സിനിമയിലും വളരെ ഓവർ ആക്ട് ചെയ്യുന്നൊരു നടനാണെന്നാണ് എൻ്റെ ഒരു ഇത്. പുള്ളി ഇതുവരെ ചെയ്യുന്ന എല്ലാ റോളും എനിക്ക് പുള്ളിയുടെ ആക്ടിങ് പൊതുവേ ദഹിക്കാറില്ല. ഭയങ്കര ഓവറായിട്ടാണ് ഫീൽ ചെയ്യാറ്. അതായത് 5 ഇടാൻ പറഞ്ഞാൽ 500 ഇടുന്ന ഒരു ആക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പുള്ളിയുടെ ആക്ടിങ് ഒരു സിനിമയിലും എനിക്ക് എന്താ പറയുക വലിയ തൃപ്തി തരാറില്ല. തീരെ തൃപ്തി തരാറില്ല. ഇത് കൂടാതെ ഇതിനകത്ത് ഒരു അമ്മ. അപ്പം ഞാൻ വിചാരിച്ചു ഇയാളായിരിക്കും ഇതിനകത്ത് ഏറ്റവും ഓവർ ആക്ടിങ് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ അവാർഡ് കയ്യോടെ 30% പോകാൻ വേറൊരാളുണ്ട്. ഈ സിനിമയിലെ വിഷ്ണു വിശാൽ എൻ്റെ ക്യാരക്ടറിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആ ക്യാരക്ടർ, ആ നടി എന്താണ് കാണിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും പിടുത്തമില്ല. ആ നടിയുടെ ഒരു സീൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വിഷ്ണു വിശാലിനെ അടിപ്പെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറയുമ്പോഴേക്കും ആ സീൻ ഞാൻ എനാക്ട് ചെയ്ത് കാണിച്ചു തരാം. തിരിഞ്ഞിരിക്കണ അമ്മ കയ്യിൽ മുറെടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ മറ്റേ കയ്യിൽ നിന്ന് മറ്റേ മുറത്തിലിരിക്കുന്ന സാധനങ്ങളൊക്കെ തെറിച്ചു പോകും. അവിടെ ഫുഡ് വേസ്റ്റ് എല്ലാം കൂടി തെറിച്ചു പോകും. ഇവിടെ ഈ ഒരു അമ്മ ഇമ്മാതിരി റിയാക്ഷൻ ഇടുവോ? എനിക്ക് അത് പണ്ട് എന്താണ് 70-80 പടങ്ങളിലാണ് അങ്ങനെ ഒരു സാധനം കണ്ടേക്കണത്. ഇങ്ങനെ വരുന്നത്. ഇത് എൻ്റെ ദൈവം എനിക്കത് കണ്ടപ്പോൾ ഉണ്ടല്ല അവിടെ തീർന്നു വിചാരിച്ചാണ്. ഇവിടെ തീർന്നില്ല. പിന്നെ ഈ അമ്മ ക്യാരക്ടറിനൊരു പ്രത്യേകത ഉണ്ട്. ആരെ കണ്ടാലും നിലത്ത് വീണ് കരയില്, നെഞ്ചടിച്ച് നിലത്ത് വീണ് ഉരുളും. എൻ്റെ ദൈവമേ, അതൊക്കെ എനിക്ക് വളരെ അരോചകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ ആ ആക്ട്രസ് എന്തിനാണ് ഇങ്ങനെ അതായത് ഇതൊക്കെ എനിക്ക് ഒരു നല്ല ഡയറക്ടർ ഉണ്ടെങ്കിൽ ആ ഡയറക്ടർ സീൻ പറഞ്ഞു കൊടുക്കൂലേ. ഇത് ഡയറക്ടർ എന്തെങ്കിലും സീൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല, അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്താണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നല്ല കാച്ചറ ആക്ടിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ക്യാരക്ടർ വളരെ 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 കാരിക്കേച്ചർന്ന് പോലും പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റൂല. അതൊക്കെ മേലാണത്. കാരിക്കേച്ചർന്ന് ചെയ്യണതിന് ഒരു രീതിയുണ്ട്. ഇത് അതൊന്നും അല്ല. ഇത് ഓവറാക്കി ചളമാക്കി നശിപ്പിച്ച് പണ്ടാരടക്കി വെച്ചെന്നുള്ള രീതിയാണ്. വേറിപ്പിച്ച് കൊന്നെ ആ ഒരു ക്യാരക്ടർ അമ്മ പാസം. ഇനി പറഞ്ഞാൽ കൂടിപ്പോവും, എനിക്ക് പറ്റണല്ലോ. അത് അത്ര ശോകമായിരുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കണം. ഇത് കൂടാതെ ഒരുപാട് ഈ മതസൗഹാർദ്ദം കണ്ട് എനിക്ക് മടുത്ത്. പിന്നെ ഡയറക്ടറിന് ലെങ്ത് കൂട്ടാനാണോ അല്ലെങ്കിൽ ഒന്നും കാണിക്കാനില്ലാത്തതുകൊണ്ടാണ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീനുണ്ട്. അതിങ്ങനെ വേറെ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ ഇങ്ങനെ സിനിമയിൽ 4 തവണയെങ്കിലും കാണിച്ചിട്ടുണ്ടാവും, ഒരു കാര്യമില്ലാണ്ട്. പിന്നെ സിനിമയുടെ റീക്യാപ്പ് തന്നെ എനിക്ക് തോന്നുന്നത് ഡയറക്ടർ ഇങ്ങനെ ചിന്ത ഓൾറെഡി ഉണ്ടായിരുന്നു തോന്നുന്നു, എനിക്കറിയില്ല. അതായത് എങ്ങാലും ബ്രേക്കിന് പോയ ആൾക്കാർ കുറച്ച് വൈകിയാണ് തിരിച്ചു കഴിഞ്ഞെങ്കിൽ വീണ്ടും കുറച്ച് നടന്ന കാര്യങ്ങൾ കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങൾ വീണ്ടും റിവൈൻഡ് അടിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കും. ക്യാ അവരാത് ഹേ, അതാണ് എനിക്ക് പറയാനുള്ളത്. ക്യാ അവരാത് ഹേ. അപ്പോൾ അമ്മാതിരി അപരാധമായിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്ത കേട്ടോ. അത്രയും ഒരു മോശം അനുഭവമായിരുന്നു എനിക്ക്, അത്രയും മോശം അനുഭവം. എൻ്റെ വൈഫ് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് മതിയായി ഏട്ടാ, ഇത് തീരൂലേ എന്നൊക്കെ ചോദിക്കില്ല എൻ്റെ അടുത്ത്. ഇത് തീരത്തില്ല എന്നൊക്കെയാണ് ഉള്ള ക്വസ്റ്റ്യൻ എന്നോട്. എന്ന് വെച്ചാൽ ഈ കണ്ടത് തന്നെ കണ്ട് മടുത്ത്, അതുകൂടാണ്ട് ഈ വെറുപ്പിക്കലും എല്ലാം കൂടി ഗോള അവസ്ഥ. പിന്നെ രജനീകാന്ത് എന്നുള്ള മനുഷ്യനോടുള്ള സ്നേഹം, റെസ്പെക്ട്, അങ്ങേറെ സ്ക്രീൻ പ്രസൻസ്, സ്വാഗ്, പുള്ളിയുടെ എന്താണ് ലിപ്പ് മേക്കപ്പ് അത്ര സെറ്റല്ല, പക്ഷെ ബാക്കിയുള്ള ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ പൊളി കിടിലൻ. പുള്ളി ആസ് എന്താണ് മൊയ്തീൻ ഭായ് ബിലീവബിൾ ആയിരുന്നു, അടിപൊളിയാണ്. ആ ക്യാരക്ടർ ഈ സിനിമയിൽ സ്ക്രിപ്റ്റിങ്ങിൽ ഇല്ലെങ്കിലുണ്ടല്ലോ ഈ സിനിമ കണ്ടിരിക്കലൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എനിക്ക് അങ്ങനെ ആയിരുന്നേ. ഈ മൊയ്തീൻ ഭായ് പടത്തിലില്ലെങ്കിൽ തീർന്നു. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് AR റഹ്മാനാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തോന്നടേ ഇത്, AR റഹ്മാൻ ഇത്രയും ശോകമായിട്ട് മ്യൂസിക് ചെയ്യും എന്നുള്ളത് എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അത്ര അരോചകമായിരുന്നു ഇതിൻ്റെ BGM ആയിക്കോട്ടെ എല്ലാം. എന്തോ ഈ സിനിമ എടുത്തത് ഞാൻ കാണാൻ തീരുമാനിച്ചത് എൻ്റെ അബദ്ധമായിപ്പോയി. ഞാൻ എൻ്റെ വിലപ്പെട്ട സമയവും പൈസയും ചിലവാക്കി ഈ സിനിമ കൊണ്ടതിന് ഞാൻ ഭയങ്കര റിഗ്രറ്റ് ചെയ്തു. രജനീകാന്ത് എന്നുള്ള പേര് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പടത്തിൽ പോയത്. AR റഹ്മാനാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. AR റഹ്മാനാണെന്ന് വിശ്വസിക്കാൻ തന്നെ എനിക്ക് താല്പര്യപ്പെടുന്നില്ല. ആ അവസ്ഥയാണ് പടത്തിലുള്ള മ്യൂസിക്കിൻ്റെ കാര്യം ഉൾപ്പെടെ. AR റഹ്മാനാണ് ഒന്ന് മനസ്സിലായത് എങ്ങനെയാണെന്ന് അറിയാമോ? കേട്ടോണ്ടിരുന്നപ്പോൾ AR റഹ്മാൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. കേട്ടപ്പോൾ തന്നെ അപ്പോഴാണ് ഞാൻ ആലോചിക്കണത്,
AR റഹ്മാനായിരുന്നു പടത്തിൻ്റെ മ്യൂസിക് എന്നുള്ളത്. ഇനി BGM മാത്രമാണ് ചെയ്തേക്കണം, പാട്ട് വേറെ ആൾക്കാരാണ് ചെയ്തതൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഈ സിനിമയെ പറ്റി പോയി ചെക്ക് ചെയ്യാനുള്ള താല്പര്യം പോലും എനിക്കില്ല വിക്കിപീഡിയ. കാരണം മടുത്തറേ. പിന്നെ ഏറ്റവും വലിയ രസം, ഈ ലാൽ സലാം എന്ന് ഈ സിനിമയ്ക്ക് എന്തിനു പേരിട്ടേക്കണമെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ലാൽ സലാം എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് വല്ല CPM അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലും പടമായിരിക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബന്ധപ്പെട്ട അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഒരു ലൈറ്റ് റെഡ് കളർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ല, വേറെ എന്തോ ഇപ്പോൾ ഒരു ഫ്ലാഗ് കണ്ടതല്ലാതായിട്ട് എനിക്ക് ഈ സിനിമയിൽ ലാൽ സലാം എന്ന് പേരിട്ടേക്കണം എന്തിനാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഈ ഫുൾ സിനിമ കണ്ടിട്ട് അനുഭവിക്കും മനസ്സിലായില്ല എന്തുകൊണ്ട്. അവൾ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കാറിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, ചേട്ടാ ഈ ലാൽ സലാം എന്ന് എന്തിനാ ഈ സിനിമയ്ക്ക് പേരിട്ടേന്ന് എനിക്കറിയാൻ പാടില്ല, എനിക്ക് മനസ്സിലായില്ല. അഥവാ ഇതിനകത്ത് അങ്ങനെ ഒരു കാരണം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് സിനിമ കണ്ടിട്ടൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് അടുത്ത കാര്യം. ഇതൊരു എന്താണ് ഞാൻ പറയില്ല, രജനീകാന്ത് ഇല്ലെങ്കിൽ ഈ പടം ഒരു ഭൂലോക, ഇത് മലങ്കൾട്ടായിട്ട് പോലും കണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അശ്വൻ കോക്ക് അണ്ണൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് മലങ്കൾട്ടും അല്ല, അത് മലങ്കൾട്ടാണെങ്കിൽ നമുക്ക് മലങ്കൾട്ട് എന്നുള്ള രീതിയിൽ ആസ്വദിക്കാം. ഇത് അതും പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനത്തെ ഒരവസ്ഥ ഒരു രീതിയിൽ എൻജോയ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഇത്ര ഈ സിനിമയെ പറ്റി പറയാനുള്ളൂ. ഇനി പറയാൻ കുറേ ഉണ്ടേ, പക്ഷേ വയ്യ. എനിക്ക് ഈ സിനിമയെ പറ്റി ആലോചിച്ചിട്ട് ഞാൻ വയ്യ. അതാണ് എൻ്റെ അവസ്ഥ. എനിക്ക് മതിയായി ഈ സിനിമ. OTT വന്നാൽ പോലും അല്ലെങ്കിൽ ഇതിൽ വന്നാൽ പോലും എനിക്ക് എൻ്റെ പോസ്റ്റർ പോലും കാണണ്ട, മടുത്ത്. അത്രയും വെറുത്തു പോയി ഈ സിനിമ. എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കണം ആ മിക്സർ വലിച്ചെറിഞ്ഞതും മറ്റേ ടേബിളിൽ ഇരുന്ന സാധനം വലിച്ചെറിയണ രജനീകാന്ത് എൻ്റെ ഇതാണ്. എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ കാണണ്ട. അത് പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അത് കണ്ടുപോയതിൻ്റെ എനിക്ക് ഇതുവരെ മാറിയിട്ടുമില്ല. വളരെ ശോകം തന്നെ. ഈ നയൻതാരയുടെ മറ്റേ സിനിമ വന്നതിന് നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ ആ പടമൊക്കെ എടുത്ത് കളഞ്ഞു. ഈ അപരാധം ഇതിനകത്ത് കാണിച്ചു വെച്ചതിന് ഈ പടം OTT പോലും എടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് വളരെ റോങ് മെസ്സേജ് ചെയ്തേക്കുന്ന സംഭവം. ഞാൻ ഇപ്പോൾ അനിമലിൻ്റെ കേസിൽ കുറേ പേര് പറയാം അതിനകത്ത് കുറേ അതുമില്ലേ. അതിനകത്തുള്ള നായകൻ മറ്റേ എന്താണ് പുണ്യാളനോ അല്ലെങ്കിൽ ഇത് രീതിയിലെല്ലാം കാണിച്ചേക്കണതാണ്. അനിമലിന് പേര് വിട്ടിട്ട് അനിമൽ സ്വഭാവമുള്ള കാര്യങ്ങളും പല ഇതൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. അത് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ നെഗറ്റീവ് കാര്യങ്ങളാണ്. ഇത് മൊയ്തീൻ ഭായ് എന്നും പറഞ്ഞ പുള്ളി ഒരു നാടിന് അത്യാവശ്യം നല്ല രീതിയിൽ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആള്, ഒരു ഭായി ആണെങ്കിൽ പോലും ബിസിനസ്സുകാരനാണെങ്കിൽ പോലും നാടിന് നന്മ ചെയ്യുന്ന ഒരാളെ കൊണ്ടാണ് ഫുഡ് വേസ്റ്റ് ചെയ്യിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭയങ്കര, അതും രജനീകാന്തിനെ പോലെ ഒരു നടനെ വെച്ചിട്ടാണ് ഇത് കാണിക്കുക എന്നുള്ളതാണ്. അവരത് എനിക്ക് ഓർക്കാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. എന്തായാലും എനിക്കിതൊരു ടോർച്ചറസ് അനുഭവം തന്നെയായിരുന്നു ഈ സിനിമ എല്ലാ രീതിയിലും. ആ ഒരു സീൻ ഇല്ലെങ്കിൽ പോലും ഞാൻ പറയുന്നതാണ്, ഈ സിനിമ എനിക്കൊരു മുഴുനീള ടോർച്ചറായിരുന്നു. താങ്ക് യു സോ മച്ച് രജനീകാന്ത് ഫോർ എക്സിസ്റ്റിംഗ്. കാരണം നിങ്ങളില്ലായിരുന്നെങ്കിൽ, ആ സിനിമയിൽ നിങ്ങൾ അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ സിനിമ മുഴുവിപ്പിക്കാൻ തന്നെ ഭയങ്കര പാടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഐ ഫീൽസ് വെരി സോറി ഫോർ വിഷ്ണു വിശാൽ ദ ആക്ടർ. യു ഡിസേർവ് ബെറ്റർ ബ്രോ. ആൻഡ് AR റഹ്മാൻ. എനിക്ക് പുള്ളിയോടൊന്നും പറയാനില്ല, പുള്ളിയുടെ ലെജൻഡാണ്. ഇതുപോലുള്ള പടങ്ങളിൽ ഇങ്ങനത്തെ അവരതൊന്നും ചെയ്ത് വെക്കാതിരിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത്രയേ ഉള്ളൂ. ശരി, ടാറ്റ. ഇനി അടുത്ത ആഴ്ച വേറെ വല്ല നല്ല പടം കണ്ടോ അല്ലെങ്കിൽ പ്രേമലും ഒന്നും കൂടി പോയി കണ്ടിട്ട് ഇതിൻ്റെ ക്ഷീണം മാറ്റണം. ശരി.